ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാനിപ്പോൾ ഒരു കൊച്ചു ഡൗട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു ക്ടാവിന് എന്താണെന്ന് അറിയത്തില്ല, 2 ദിവസമായിട്ടൊരു എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള അസുഖം. അതൊന്ന് നിങ്ങളുടെ അടുക്ക ചോദിക്കാനും അതിന് റെമഡീസ് വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ക്ടാവിനാണ് ഇപ്പം എന്തോ ഒരു ചെറിയൊരു പുക്കിളിനൊക്കെ ഒരു വീർപ്പ് പോലെ വന്നിട്ട്, അതുപോലെ അതിൻ്റെ ഈറ്റത്തിനൊക്കെ വീർപ്പുണ്ട്. എന്താ അസുഖം എന്ന് അറിയാം. ഏകദേശം 1 വയസ്സിനോളം പ്രായമാക്കുണ്ട്. അപ്പം ആർക്കെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നേരെ വീഡിയോ. ഇവള് നമ്മുടെ കയ്യിലുള്ളൊരു ഗീറിൻ്റെ ക്ടാവാണ്. ഏകദേശം 1 വയസ്സ് ആകാറായിട്ടുണ്ട്. ഏതാണ്ട് 11.5 മാസം പ്രായമായിട്ടുണ്ട് ഇവർക്ക്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇവിടെ കൊണ്ട് പുറത്ത് അഴിച്ചു കിട്ടും. നമ്മൾ മഴയില്ലാത്ത സമയത്തൊക്കെ പുറത്ത് പുല്ല് തിന്നാൻ വേണ്ടിയിട്ട് അഴിച്ചു കിട്ടും. അന്ന് പുല്ല് തിന്നാനായിട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം മെനയാന്ന് പുല്ല് തിന്നാനായിട്ട് പോയതിന് ശേഷം പിന്നെ ഇവളുടെ പുക്കിളിന് ഇതുപോലെ നല്ല നീര് കാണുന്നുണ്ട്. അതുപോലെ വയറിനകത്ത് ഗ്യാസിനോട് നമ്മൾ ടയറിലൊക്കെ കൊടുത്ത് നോക്കി, എന്നിട്ടും വയറിൻ്റെ ഗ്യാസ് ഒന്നും മാറുന്നില്ല. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ പറയുന്നത് എന്തോ വിശപ്പുല്ലോ അങ്ങോട്ട് തിന്നതാണ്. എന്താണെന്ന് ഇതിനെന്തെങ്കിലും റെമഡി ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈറ്റത്തിന് നല്ല ബൾജിങ് കാണുന്നുണ്ട്. സാധാരണ ഇത്രയും വണ്ണമില്ല ഈ ക്ടാവിന്. ഗീറിൻ്റെ ക്ടാവായതുകൊണ്ട് തന്നെ ബോഡി അധികം ഫാറ്റ് ആവുന്ന ബോഡി ടൈപ്പ് അല്ല. എന്നിട്ട് ഇവരുടെ എന്താണെന്നറിയത്തില്ല, നല്ലതായിട്ട് വയറ് വീർത്ത്, പക്ഷേ ഫുഡ് അധികം കഴിച്ചിട്ടുള്ള വയറ് വീർപ്പല്ല. നിങ്ങൾക്ക് നല്ല ഈ ഫോട്ടോയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും വയറ് ബൾജ് ചെയ്ത് നിൽക്കുന്നതായിട്ട്. 2 സൈഡിലും വയറ് ബൾജ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആ വൈറ്റ് ഷെയ്ഡ് കാണുന്നതാണ് ബൾജായിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത്. ഇതിൻ്റെ റെമഡിയോ കാര്യങ്ങൾ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതൊരു കൊച്ചു വീഡിയോ ആണ്, നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് കണ്ട പോലെ വയറിനൊക്കെ നല്ല വീർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പുക്കിളിന് നല്ല നീരുണ്ട്. നമ്മുടെ ഈ പുക്കിളെ, അതായത് ഈറ്റത്തിൻ്റെ ആ ഭാഗത്തു നിന്നാണ് പുക്കിളിലോട്ട് കണക്റ്റ് ആകുന്ന രീതിയിൽ നീര് പോയേക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇത് എന്ത് പുല്ല് തിന്നിട്ടായിരിക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമാണോ എന്നൊന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ ഇനി എന്താ ചെയ്യേണ്ട, വാക്സിനേഷൻ എടുക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് അറിയാമെങ്കിൽ പറഞ്ഞു തരിക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.